ഹലോ എവരി വൺ, വെൽക്കം ടു അവർ ചാനൽ. നമ്മൾ കേരള നവോത്ഥാനം, കേരള ചരിത്രത്തിലെ കേരള നവോത്ഥാനം എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട പോയിൻ്റാണ്, ഒരു വിഷയമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതൊരു PSCയുടെ എക്സാമിലും ഒരു മാർക്കിനെങ്കിലും ഒരു ചോദ്യം ചോദിച്ചിട്ടുള്ള ഒരു വിഷയമാണ് ഈ നവോത്ഥാനം, കേരള റെനൈസൻസ് എന്ന് പറയുന്ന ഈ വിഷയം. അതിനകത്ത് നമ്മൾ പല ടോപ്പിക്കുകളായിട്ടാണ്, സബ് ടോപ്പിക്കുകളായിട്ടാണ് പഠിക്കുന്നത്. നമ്മൾ സാമ്രാജ്യത്വ വിരുദ്ധ മുന്നേറ്റങ്ങൾ പഠിച്ചു, അതുപോലെ തന്നെ രാഷ്ട്രീയ മുന്നേറ്റങ്ങൾ, സാമൂഹിക മുന്നേറ്റങ്ങൾ, നാഷണൽ മൂവ്മെൻറ്റുകളുടെ ഇൻഫ്ലുവൻസ് പഠിച്ചു. ഇനി നമ്മൾ നവോത്ഥാന നായകന്മാരെ കുറിച്ച് പഠിക്കുന്നതിന് മുന്നേ പഠിക്കുന്ന ഒരു പോയിൻ്റാണ് നവോത്ഥാനത്തിൽ മാധ്യമങ്ങളുടെ പങ്ക്. വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് മാധ്യമങ്ങൾ കേരള റെനൈസൻസ് നവോത്ഥാനം നടക്കുന്നതിന് വഹിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇടയ്ക്ക് ചോദ്യങ്ങളായിട്ടൊക്കെ വരാറുണ്ട്. ഈ ഇടയ്ക്ക് സമാചാരത്തെക്കുറിച്ച് ഇഷ്ടംപോലെ പരീക്ഷകളിൽ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് സമയം ഒട്ടും വേസ്റ്റ് ആക്കാതെ തന്നെ അടുത്ത സ്ലൈഡിലേക്ക് പോവാം. കുറച്ച് ഫാക്ച്വലായിട്ടുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ ഈ ക്ലാസ്സിൽ കൂടുതലായിട്ട് പഠിക്കുക. ഇതിനകത്ത് കേരളത്തിലെ ആദ്യത്തെ ചില വർക്കുകൾ, ആദ്യത്തെ ചില കാര്യങ്ങളൊക്കെ നമ്മൾ പിന്നീട് സാഹിത്യം പഠിക്കുമ്പോൾ അവിടെ കൂടുതലായിട്ട് പഠിക്കാനായിട്ട് നമ്മൾക്ക് സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളിവിടെ ചില കാര്യങ്ങൾ മെൻഷൻ ചെയ്തിട്ട് പോകുന്നത് അവിടെ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നു, നിങ്ങൾ ചിന്തിക്കുക. ഓക്കെ, ക്രിസ്ത്യൻ മിഷണറിമാരാണ് കേരളത്തിൽ പത്രപ്രവർത്തനത്തിന് തുടക്കം കുറിച്ചത്. ഓക്കെ, ക്രിസ്ത്യൻ മിഷണറിമാർ എന്തിനാണ്? അവർ കേരളത്തിനെ നവീകരിക്കാനോ ഉദ്ധരിക്കാനോ ഒന്നുമല്ല. എന്തിനാണ്? മതപ്രചരണമായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അപ്പോൾ ക്രിസ്ത്യൻ മിഷണറിമാരാണ് കേരളത്തിൽ പത്രപ്രവർത്തനം എന്ന് പറയുമ്പോൾ ഈ അച്ചടി അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആദ്യം തുടങ്ങിയത് ഇവരായിരുന്നു. ഇവരുടെ പ്രധാനപ്പെട്ട കാരണം എന്തായിരുന്നു? ഈ പത്രപ്രവർത്തനം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മതപ്രചരണമാണ് അല്ലേ, കാര്യങ്ങൾ ടൈപ്പ് ചെയ്ത് അല്ലെങ്കിൽ അച്ചടിച്ച് ആളുകളിലേക്ക് എത്തിക്കുക. അത് പക്ഷെ പിന്നീട് പത്രപ്രവർത്തനത്തിൻ്റെ മാർഗത്തിലായി. കേരളത്തിലെ ആദ്യത്തെ പത്രം 1947 റവറൻ ഗുണ്ടർട്ട് തലശ്ശേരിയിൽ നിന്ന് പ്രസിദ്ധീകരിച്ച രാജ്യസമാചാരമാണ്. വളരെ പ്രധാനപ്പെട്ടതാണ്, ഓർത്തിരിക്കുക. നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് ഒരു 100 വർഷം മുന്നേ ഹെർമൻ ഗുണ്ടർട്ട് തലശ്ശേരിയിൽ നിന്ന്, മലബാർ പ്രദേശമാണ്, തലശ്ശേരിയിൽ നിന്ന് പ്രസിദ്ധീകരിച്ച രാജ്യസമാചാരമാണ്. അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ പത്രം. ഓക്കെ, ഇനി മറ്റു പല കാര്യങ്ങളും നമ്മളിതിൻ്റെ അടിയിൽ കാണും കേട്ടോ, അപ്പോൾ കൺഫ്യൂഷൻ ആവരുത്. പശ്ചിമോദയം എന്നൊരു മാസികയും ഗുണ്ടർട്ട് തുടങ്ങി. അപ്പോൾ പശ്ചിമോദയം എന്ന് പറയുന്നത് ഒരു മാസികയാണ്, പത്രമാണ് എന്ത്? രാജ്യസമാചാരം. 1948 ബെഞ്ചമിൻ ബെയ്ലി തുടങ്ങിയ മാസിക പത്രമാണ് ജ്ഞാനനിക്ഷേപം. മാസിക പത്രം ആണ് ജ്ഞാനനിക്ഷേപം. ലോഹ അച്ചുകൾ ഉപയോഗിച്ച് അച്ചടിച്ച ആദ്യ മലയാള പത്രമാണിത്. അപ്പോൾ ആദ്യത്തെ പത്രം ഏതാണെന്ന് ചോദിച്ചാൽ സമാചാരമാണ്. എന്നാൽ ലോഹ അച്ചുകൾ ഉപയോഗിച്ച് അച്ചടിച്ച ആദ്യത്തെ മലയാള പത്രം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1848 ബെഞ്ചമിൻ ബെയ്ലി തുടങ്ങിയ മാസിക പത്രമായിട്ടുള്ള ജ്ഞാന നിക്ഷേപം ആണ്. അതാണ് ഞാൻ പറഞ്ഞത്. ഇനി ചെറിയ വേരിയേഷൻസ് ഉണ്ടാവുള്ളൂ. അപ്പോൾ വളരെ ശ്രദ്ധിച്ചിരിക്കുക. ഓരോ പോയിന്റിന് 3, 4, 5 വട്ടം വളരെ കൂളായിട്ട് ശ്രദ്ധയോടെ വായിച്ചിരിക്കുക. ബ്രെയിനിന് ഭയങ്കര സ്ട്രെസ്സൊക്കെ കൊടുത്തിട്ട് വായിച്ചു കഴിഞ്ഞാൽ അതൊന്നും ഒരു കാര്യമൊന്നുമില്ല. കാര്യങ്ങൾ മനസ്സിലാക്കി കോൺസെൻട്രേറ്റ് ചെയ്ത് വായിക്കാനായിട്ട് ശ്രമിക്കുക. 1860 കൊച്ചിയിൽ നിന്ന് പ്രസിദ്ധീകരണം തുടങ്ങിയ വെസ്റ്റേൺ സ്റ്റാർ എന്ന ഇംഗ്ലീഷ് പത്രമാണ് കേരളത്തിൽ ആരംഭിച്ച ആദ്യത്തെ വർത്തമാന പത്രം. കേരളത്തിൽ ആദ്യത്തെ മലയാളത്തിൽ ചെയ്ത പത്രമാണ് രാജ്യസമാചാരം. എന്നാൽ ഇംഗ്ലീഷിൽ ആരംഭിച്ച വെസ്റ്റേൺ സ്റ്റാർ എന്ന് പറയുന്ന പത്രമാണ് 1860 കൊച്ചിയിൽ നിന്ന് പ്രസിദ്ധീകരണം തുടങ്ങിയ വെസ്റ്റേൺ സ്റ്റാർ എന്ന ഇംഗ്ലീഷ് പത്രമാണ് ആദ്യത്തെ വർത്തമാന പത്രം. അതായത് ഓരോ ദിവസവും വരുന്ന പത്രം, അതുള്ള വർത്തമാന പത്രം, ഡെയിലി ആയിട്ട് പബ്ലിഷ് ചെയ്തിരുന്ന പത്രം എന്ന നിലയ്ക്ക് ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? വെസ്റ്റേൺ സ്റ്റാർ. അതൊരു ഇംഗ്ലീഷ് പത്രമാണ് കേട്ടോ, വെസ്റ്റേൺ സ്റ്റാർ. ഓക്കെ, ഓർത്തിരിക്കുക. ഇനി 1881 കൊച്ചിയിൽ നിന്ന് പ്രസിദ്ധീകരിച്ച കേരളമിത്രം എന്ന വാരിക പത്രമാണ് മലയാളത്തിലെ ആദ്യത്തെ വൃത്താന്ത പത്രം. അപ്പോൾ മലയാളത്തിലെ ആദ്യത്തെ വൃത്താന്ത പത്രം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരളമിത്രമാണ്. അതെവിടെ നിന്നാണ്? കൊച്ചിയിൽ നിന്ന് പ്രസിദ്ധീകരിച്ചു 1881 മുതൽ. ഓക്കെ, ഗുജറാത്തുകാരനായ ദേവ്ജി ഭീംജിയാണ് ഈ പത്രം തുടങ്ങിയത്. അപ്പോൾ വൃത്താന്ത പത്രമായിട്ടുള്ള കേരളമിത്രം തുടങ്ങിയത് മലയാളിയാണോ? അല്ല, ഗുജറാത്തുകാരനായ ദേവ്ജി ഭീംജിയാണ്
മലയാള മനോരമയുടെ സ്ഥാപക പത്രാധിപരായിരുന്ന കണ്ടത്തിൽ വർഗീസ് മാപ്പിളയായിരുന്നു ഇതിന്റെ പത്രാധിപർ. അപ്പൊ ഇതിന്റെ ചീഫ് എഡിറ്റർ ആരായിരുന്നു? മലയാള മനോരമയുടെ സ്ഥാപക പത്രാധിപരായിരുന്ന കണ്ടത്തിൽ വർഗീസ് മാപ്പിളയായിരുന്നു. 1884 കോഴിക്കോട്ട് നിന്ന് ആരംഭിച്ച കേരള പത്രികയാണ് മലബാറിൽ തുടങ്ങിയ ആദ്യത്തെ പത്രം. നോക്കൂ, ഞാൻ എല്ലാ പോയിന്റും ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ പല ആളുകളും ചിലപ്പോൾ യാത്ര ചെയ്യുമ്പോഴായിരിക്കും എൻ്റെ സ്ക്രീൻ നോക്കി വായിച്ചിട്ടായിരിക്കും. ചില ആളുകൾക്ക് ഇതിൻ്റെ വോയിസ് കേട്ട് പഠിക്കാൻ പറ്റണമെന്നില്ല. രാത്രിയൊക്കെ ഇരുന്ന് പഠിക്കുന്ന ഉറങ്ങുന്ന കുട്ടികളുടെ അടുത്തൊക്കെ ഇരുന്ന് പഠിക്കുന്ന ആളുകൾക്ക്. അപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ നോക്കിയാലും എല്ലാ പോയിന്റും കിട്ടണം. ചില ആളുകൾ അടുക്കളയിൽ എന്തെങ്കിലും ജോലി ചെയ്യുന്ന സമയത്തായിരിക്കും ഈ ക്ലാസ്സുകൾ കേൾക്കുന്നത്. അപ്പോൾ അവർക്ക് സ്ക്രീനിലേക്ക് നോക്കിയിരിക്കാനായിട്ട് എപ്പോഴും പറ്റില്ല. അപ്പോൾ അവർക്കും പോയിന്റുകളൊന്നും നഷ്ടപ്പെടരുത് എന്നുള്ള അർത്ഥത്തിലാണ് ഞാനിതൊക്കെ വായിച്ച് എന്ത് ചെയ്യുന്നത്, എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ പോയിന്റുകൾ വായിക്കുകയാണല്ലോ, വേറെ ഒന്നും ചെയ്യുന്നില്ല എന്നുള്ള ക്രിറ്റിസിസം ഒക്കെ ഒഴിവാക്കുക. ഓക്കെ, 1884 കോഴിക്കോട് നിന്ന് ആരംഭിച്ച കേരള പത്രികയാണ് മലബാറിൽ തുടങ്ങിയ ആദ്യത്തെ പത്രം. ചെങ്കുളത്ത് കുഞ്ഞിരാമ മേനോനായിരുന്നു ഇതിൻ്റെ പത്രാധിപർ. 1886 തിരുവനന്തപുരം തുടങ്ങിയ കേരളീയ സുഗുണബോധിനിയാണ് ആദ്യ വനിതാ മാസിക. അതായത് വനിതാ ഗൃഹലക്ഷ്മി എന്നൊക്കെ പറയുന്ന വനിതാ മാസികകളുണ്ടല്ലോ, അല്ലെങ്കിൽ വനിതാ ഓഡിയൻസിനെ ടാർഗറ്റ് ചെയ്തിട്ടുള്ള വനിതാ മാസികകൾ. അങ്ങനത്തെ ആദ്യത്തെ വനിതാ മാസിക കേരളീയ സുഗുണ ബോധിനി എവിടെ നിന്ന് തുടങ്ങി? തിരുവനന്തപുരത്ത് നിന്ന് 1886 തുടങ്ങി. 1887 കോട്ടയത്ത് മാന്നാനത്ത് നിന്ന് നസ്രാണി ദീപിക എന്ന പേരിൽ തുടങ്ങിയ പത്രമാണ് ഇന്ന് ദീപിക എന്ന പേരിൽ നിലനിൽക്കുന്നത്. അന്ന് ദീപിക എന്ന് പറയുന്നൊരു മാസിക ഉണ്ടായിരുന്നു കേട്ടോ. ദീപിക ഇന്നുള്ള വർത്തമാന പത്രമായിട്ടുള്ള ദീപിക, അതിൻ്റെ ആദ്യത്തെ പേര് നസ്രാണി ദീപിക എന്നാണ്. അത് കോട്ടയത്ത് മാന്നാനത്ത് നിന്നുള്ള പ്രസ്സിൽ നിന്നാണ് വന്നത് 1887. അപ്പം ഇന്നും നിലനിൽക്കുന്ന, ഇന്നും പബ്ലിക്കേഷനുള്ള പത്രങ്ങളിലെ ഏറ്റവും പഴയ പത്രം, അല്ലെങ്കിൽ ഏറ്റവും ആദ്യം പ്രസിദ്ധീകരണം ആരംഭിച്ച പത്രമാണ് ദീപിക എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് 1890 മാർച്ച് 22 കണ്ടത്തിൽ വർഗീസ് മാപ്പിളയുടെ പത്രാധിപത്യത്തിൽ കോട്ടയത്ത് നിന്ന് മലയാള മനോരമ പ്രസിദ്ധീകരണം ആരംഭിച്ചു. പ്രതിവാര പത്രമായിരുന്ന മനോരമ 1928 ദിനപത്രമായി. അപ്പം മലയാള മനോരമ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, തുടങ്ങുമ്പോൾ അത് ഒരു ആഴ്ചയിൽ വരുന്ന ഒരു വർത്തമാന പത്രം ആയിരുന്നില്ല, പ്രതിവാര പത്രമായിരുന്നു. അപ്പോൾ പക്ഷേ 1928 മലയാള മനോരമ എന്താവുന്നുണ്ട്? ദിനപത്രം ആവുന്നുണ്ട്, അല്ലെങ്കിൽ ദിനപത്രമായി മാറുന്നത് 1928 1923 മാർച്ച് 18 KP കേശവമേനോന്റെ പത്രാധിപത്യത്തിൽ കോഴിക്കോട്ട് നിന്ന് മാതൃഭൂമി പ്രസിദ്ധീകരിച്ചു. 1930 ഏപ്രിൽ 6 ഇത് ദിനപത്രമായി മാറുന്നുണ്ട്. അപ്പോൾ മാതൃഭൂമിയും ആദ്യം എന്താണല്ലായിരുന്നു? ദിനപത്രം ആയിരുന്നില്ല. പിന്നീട് 1930 മാത്രമാണ് ഇത് ദിനപത്രമായി മാറുന്നത്. 1911 ഒരു വാരികയായ പ്രസിദ്ധീകരണം ആരംഭിച്ച കേരള കൗമുദി 1940 ദിനപത്രം ആയി മാറുന്നുണ്ട്. മലയാളത്തിലെ നിരോധിക്കപ്പെട്ട ആദ്യത്തെ പത്രമാണ് സന്ദിഷ്ടവാദി. കേട്ടിട്ടുണ്ടാവും. കേരളത്തിലെ നിരോധിക്കപ്പെട്ട ആദ്യ പത്രം സന്ദിഷ്ടവാദി. ഓക്കെ, ഇനി ഏതൊക്കെ പത്രങ്ങൾ ആരൊക്കെ സ്ഥാപിച്ചു? ഇത് നമ്മൾക്ക് ഇതിനകത്ത് നവോത്ഥാന നായകന്മാരെ കാണാൻ പറ്റും. അവരെ പറ്റി പഠിക്കുമ്പോഴും നമ്മൾ തീർച്ചയായും ഇത് പഠിക്കും. നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കാവുന്നതാണ് ഈ നമ്മൾ ടേബിളായിട്ട് തരുന്നത്. കാരണം ഇത് ഇങ്ങനെ എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ ഒരു ക്വിക്ക് റിവിഷന് നമ്മളെ ഹെൽപ്പ് ചെയ്യും. നമ്മളെപ്പോഴെങ്കിലും നമ്മുടെ ഗാലറിക്ക് പോകുമ്പോൾ തന്നെ നമുക്കതൊരു റിവിഷന് സഹായിക്കും. ഓക്കെ, വാഗ്ഭടാനന്ദൻ സ്ഥാപിച്ച 2 മാസികകൾ ആണ് അഭിനവ കേരളം, ആത്മവിദ്യ, കാഹളം. നോക്കൂ, ഈ വാഗ്ഭടാനന്ദൻ എന്ന് പറയുന്ന ഒരു ഭാ ഉണ്ട് അല്ലേ? അഭിനവ കേരളത്തിലും ഒരു ഭാ ഉണ്ട്. നോക്കൂ, വാഗ്ഭടാനന്ദൻ, അഭിനവ കേരളം, ആത്മവിദ്യ, കാഹളം. ഇത് രണ്ടും വാഗ്ഭടാനന്ദിൻ്റെയാണ്. സഹോദരൻ അയ്യപ്പൻ, ഓർത്തിരിക്കാൻ വളരെ ഈസിയാണ്. സഹോദരൻ, വേലക്കാരൻ, വിദ്യാപോഷിണി. സഹോദരൻ അയ്യപ്പൻ കൊണ്ടുവന്ന മാസികകളാണ് സഹോദരൻ, വേലക്കാരൻ, വിദ്യാഭൂഷണി. ഇനി വക്കം അബ്ദുൽ ഖാദർ മൗലവി, സ്വദേശാഭിമാനി. സ്വദേശാഭിമാനി എന്ന് പറഞ്ഞ പത്രം ഇന്നത്തെ ദേശാഭിമാനിയുടെ പഴയ പത്രമല്ല. ഓക്കെ, അത് വേറെ ഒന്നാണ്. വക്കം അബ്ദുൽ ഖാദർ മൗലവി, സ്വദേശാഭിമാനി. രാമകൃഷ്ണപിള്ളയെ കുറിച്ചൊക്കെ കേട്ടിട്ടില്ലേ? നാട് കടത്തപ്പെട്ട സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള. പിന്നെ വൈക്കം അബ്ദുൽ ഖാദർ മൗലവി എന്നെ സ്ഥാപിച്ച മറ്റൊന്നാണ് അൽ ഇസ്ലാം. ദീപിക എന്ന് പറയുന്ന മാസിക, ദീപിക പത്രം അല്ല, ദീപിക മാസിക. എന്നാൽ ദീപിക പത്രം എന്ന് പറയുന്നത് നസ്രാണി ദീപിക എന്നുള്ള പേരിലാണ് ആദ്യം തുടങ്ങിയത്. ഓക്കെ, അടുത്തതാണ് വേലുക്കുട്ടി അരയൻ. അരയൻ എന്ന മാസിക വേലുക്കുട്ടി അരയൻ തുടങ്ങിയതാണ്. EV രാമസ്വാമി നായ്ക്കർ,
നമ്മൾ ഏത് സത്യാഗ്രഹത്തിൻ്റെ ഭാഗമായിട്ടാണ് EV രാമസ്വാമി നായ്ക്കറിനെ പഠിച്ചത്? ഓർമ്മയുള്ളൊരു ഒന്ന് കമൻറ്റ് ബോക്സിൽ ഇടാം കേട്ടോ. EV രാമസ്വാമി നായ്ക്കർ. EV രാമസ്വാമി നായ്ക്കറാണ് എന്താണ് ഒരു സത്യാഗ്രഹം നമ്മുടെ വലിയൊരു ജാഥയൊക്കെ നടത്തി തിരുവനന്തപുരത്തൊക്കെ വന്നത്. ഒന്ന് ഓർമ്മയുള്ളവരൊന്ന് കമൻറ്റ് ബോക്സിലിടുക. അദ്ദേഹം കൊണ്ടുവന്ന മാസികകളാണ് കുട്ടി അരശ്, പുരട്ചി, ഇത് ടൈപ്പൊന്നും അല്ല കേട്ടോ, പുരട്ചി എന്ന് തന്നെയാണ് പേര്, വിടുതലൈ, ഇതൊക്കെ അദ്ദേഹം നായ്ക്കർ കൊണ്ടുവന്ന മാസികകൾ ആണ്. ഓർത്തിരിക്കുക. അടുത്തതാണ് അയ്യങ്കാളി. അയ്യങ്കാളി കൊണ്ടുവന്നത് സാധുജന പരിപാലനി. അപ്പോൾ സാധുജനങ്ങളെ കുറിച്ചിട്ട് അവരുടെ മുന്നേറ്റത്തിന് വേണ്ടി പ്രവർത്തിച്ച ആളാണ് അയ്യങ്കാളി. അപ്പോൾ തീർച്ചയായും സാധുജന പരിപാലനി ആരെയായിരിക്കും? അയ്യങ്കാളിയുടെ ആയിരിക്കും. ചെമ്പകൻ രാമപിള്ള കൊണ്ടുവന്നതാണ് പ്രോ ഇന്ത്യ. പ്രോ ഇന്ത്യ എന്ന് പറയുന്നത് ചെമ്പകൻ രാമൻപിള്ളയാണ് കൊണ്ടുവന്നത്. ഹെർമൻ ഗുണ്ടർട്ട് രാജ്യസമാചാരം ഇപ്പോൾ തന്നെ പഠിച്ചതാണ്. KP കേശവമേനോൻ മാതൃഭൂമി, CV കുഞ്ഞിരാമൻ കേരള കൗമുദി, ദേവ്ജി ബിംജി കേരളമിത്രം, കണ്ടത്തിൽ വർഗീസ് മാർപ്പള മലയാള മനോരമ, പൂവാടൻ രാമൻ കേരള സഞ്ചാരി, പൂവാടൻ രാമൻ കേരള സഞ്ചാരി, ചെങ്കുളത്ത് കുഞ്ഞിരാമ മേനോൻ കേരള ദീപിക. അപ്പോൾ ദീപിക എന്ന് പറഞ്ഞ മാസിക വക്കം ആരാണ്? അബ്ദുൽ ഖാദർ മൗലവി കൊണ്ടുവന്നു. എന്നാൽ കേരള ദീപിക എന്ന് പറയുന്നൊരു മാസികയുണ്ട്, അതാരാണ്? ചെങ്കുളത്ത് കുഞ്ഞിരാമൻ മേനോൻ. ദീപിക എന്ന പത്രത്തിൻ്റെ ആദ്യ പേര് നസ്രാണി ദീപിക എന്നുള്ളതാണ്, ഓർത്തിരിക്കുക. C കൃഷ്ണപിള്ള മലയാളി എന്ന് പറയുന്ന മാസിക, C കൃഷ്ണപിള്ള മലയാളി എന്ന് പറയുന്ന മാസിക കൊണ്ടുവന്നു. അടുത്തത് ആരാണ്? നിധിയിരിക്കൽ മാണിക്കത്തനാർ നസ്രാണി ദീപിക. നസ്രാണി ദീപിക കൊണ്ടുവന്ന ആളാരാണ്? നിധിയിരിക്കൽ മാണിക്കത്തനാർ. CP അച്യുതമേനോനും വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാറും ചേർന്ന്, അതായത് വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാറും ചേർന്ന് കൊണ്ടുവന്ന ഒരു മാസികയാണ് വിദ്യാവിനോദിനി. വിദ്യാവിനോദിനി CP അച്യുതമേനോനും വേങ്ങയിൽ കുഞ്ഞിരാമൻ നായരും ചേർന്ന് കൊണ്ടുവന്നതാണ് വിദ്യാവിനോദിനി. കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ. കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാനാണ് രസിക രഞ്ജിനി. നല്ല പേരില്ലേ, രസിക രഞ്ജിനി. കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ രസിക രഞ്ജിനി. പന്തളം കേരളവർമ്മ കവന കൗമുദി. പന്തളം കേരളവർമ്മ കൊണ്ടുവന്ന മാസികയാണ് കവന കൗമുദി. മുക്കോർത്ത് കുമാരനും C കൃഷ്ണനും കൂടി കൊണ്ടുവന്നതാണ് മിതവാദി. മുക്കോർത്ത് കുമാരനും C കൃഷ്ണനും കൂടി കൊണ്ടുവന്ന ഒരു മാസികയാണ് മിതവാദി. K രാമകൃഷ്ണപിള്ള കേരളൻ. അപ്പോൾ K രാമകൃഷ്ണപിള്ളയുടെ എന്താണ്? കേരളൻ. ഓർത്തിരിക്കുക, സ്ക്രീൻഷോട്ട് എടുക്കുക. ഓക്കെ, അത് പിന്നീട് നിങ്ങൾക്ക് റിവിഷൻ നടത്തുമ്പോൾ ഉപകാരപ്പെടും. പിന്നീട് എൻ്റെ ഈ വീഡിയോയിലേക്ക് വന്നാലും നിങ്ങൾക്ക് മതിയാവും. നമ്മുടെ എല്ലാ വീഡിയോൻ്റെയും കീഴിൽ അതുമായി ബന്ധപ്പെട്ട പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഉണ്ട്, നിങ്ങൾക്കത് കയറി ഏതെങ്കിലും വീഡിയോസ് മിസ്സായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഇത് കാണാവുന്നതാണ്. അടുത്തത് TK മാധവൻ കൊണ്ടുവന്നു ദേശാഭിമാനി. നോക്കൂ, ഈ ദേശാഭിമാനിയാണ് ഇന്നത്തെ ദേശാഭിമാനി TK മാധവൻ്റെ. എന്നാൽ സ്വദേശാഭിമാനി വക്കം അബ്ദുൽ ഖാദർ മൗലവി കൊണ്ടുവന്ന സ്വദേശാഭിമാനി അത് ഈ ദേശാഭിമാനിയല്ല. അത് 1910 തന്നെ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളേനെ നാടകമെടുത്തി കഴിഞ്ഞപ്പോൾ അതവിടെ നിൽക്കുന്നുണ്ട്, അതവിടെ നിർത്തലാക്കുന്നുണ്ട്. TK മാധവൻ കൊണ്ടുവന്നതാണ് ഇന്നത്തെ ദേശാഭിമാനി. മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ അൽ അമീൻ അൽ ഇസ്ലാം വക്കം അബ്ദുൽ ഖാദർ മൗലവി. ഇതൊരു പ്രാവശ്യം ചോദ്യം ചോദിച്ചിട്ടുണ്ട് കേട്ടോ. എന്താണ്? മാച്ച് ദ ഫോളോയിങ്ങിൽ ചോദിച്ചിട്ടുണ്ട്. അൽ അമീൻ കൊണ്ടുവന്നത് ആരാണ്? മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ ആണ്. A ബാലകൃഷ്ണപിള്ള പ്രബോധകൻ കേസരി. ഓക്കെ, പ്രബോധകൻ കേസരി എന്ന് പറയുന്ന 2 പ്രസിദ്ധീകരണങ്ങൾ ആര് കൊണ്ടുവന്നു? A ബാലകൃഷ്ണപിള്ള കൊണ്ടുവന്നു. MC വർഗീസ് മംഗളം. MC വർഗീസ് കൊണ്ടുവന്നതാണ് മംഗളം. കണ്ടത്തിൽ വർഗീസ് മാപ്പിള തന്നെ കൊണ്ടുവന്നതാണ് ഭാഷാ പോഷിണി. കണ്ടത്തിൽ വർഗീസ് മാപ്പിള തന്നെ കൊണ്ടുവന്ന മാസികയാണ് ഭാഷാ പോഷിണി. PS വാര്യർ ആണ് ധന്വന്തരി എന്ന് പറയുന്നൊരു മാസിക കൊണ്ടുവന്നത്. PS വാര്യർ ധന്വന്തരി എന്ന് പറഞ്ഞുള്ളൊരു മാസിക കൊണ്ടുവന്നു. ഓക്കെ, അപ്പോൾ അത്രയാണ് നമ്മളുടെ മാധ്യമങ്ങളുടെ പങ്ക്. കേരള നവോത്ഥാനത്തിൽ പ്രധാനമായിട്ട് പങ്കുവഹിച്ച മാധ്യമങ്ങളാണ് നമ്മളിവിടെ പഠിച്ചത്. ഇനി ഇതിൽ പഠിച്ച പല കാര്യങ്ങളും നമ്മൾ ഇനി പ്രധാനപ്പെട്ട നവോത്ഥാന നായകന്മാരെ കുറിച്ച് അടുത്ത ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. പല പാർട്ടായിട്ടായിരിക്കും നമ്മൾ പഠിക്കുക. ഒരുപാട് പേരെക്കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ക്ലാസ്സുകൾ തുടർന്ന് വളരെ കാര്യമായിട്ട് തന്നെ കേൾക്കുക. നമ്മളിനി പബ്ലിഷ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോകളെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ
രേഖപ്പെടുത്തുക. കൂടുതലായിട്ടുള്ള എന്തെങ്കിലും വിഷയങ്ങൾ നിങ്ങൾ ചെയ്യണമെങ്കിൽ, വീഡിയോ ചെയ്യണമെങ്കിൽ തീർച്ചയായും അതും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. ടാറ്റ, ബൈ ബൈ, താങ്ക് യു.